നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. തച്ചനാട്ടുകര കുന്നുംപുറത്ത് പിലാക്കുന്നിലെ കോറിക്കെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റി സമരത്തിലേക്ക്. സമരത്തിന് മുന്നോടിയായി ഇന്ന് വൈകിട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ 53 മൈലിൽ നിന്നും കുന്നുംപുറം ക്വാറി വരെ നാട്ടുകാരുടെ പ്രതിഷേധ പ്രകടനമുണ്ടായി. പ്രദേശത്തെ 100ഓളം പ്രദേശവാസികൾ സമരത്തിൽ അണിനിരന്നു. കുന്നുംപുറം പ്രദേശത്തെ 200ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന ക്വാറിയാണ് വരാൻ പോകുന്നതെന്നും അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മൈലിൽ തുടങ്ങിയ പ്രതിഷേധ സമരത്തിന് സമരസമിതി അംഗങ്ങളായ ഷമീർ പട്ടംതൊടി, യൂനസ് എന്നിവർ നേതൃത്വം നൽകി. സമാപന യോഗത്തിൽ കോറി ആക്ഷൻ കമ്മിറ്റി സമരസമിതി അംഗം PT സലാം ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ എന്നീ മാസങ്ങളിലാണ് നമ്മുടെ നാടിലെ ഒരു ആണിക്കൽ എന്ന് പറയുന്ന പിലാക്കുന്നിനെ വെട്ടിമുറിക്കാൻ വേണ്ടി അവിടെ കോറി സംവിധാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുത്തക മുതലാളിമാർ അതിന് ലൈസൻസിന് വേണ്ടി കാര്യങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും രേഖാമൂലം പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് അവരുടെ ലൈസൻസ് റദ്ദാക്കുകയും റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവർ ഹൈക്കോടതിയിൽ പോയിട്ട് ഇതിന് കോരി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് രാത്രി എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് രാത്രി 1 മണിക്ക് ഹിറ്റാച്ചിയിൽ അവിടെ കോറിൽ കൊണ്ടു നിർത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ അതിൻ്റെ രേഖാമൂലം എങ്ങനെ നാടിൻ്റെ സ്വൈര ജീവിതത്തെ തകർക്കുന്ന കുത്തക മുതലാളിമാർക്കെതിരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് SI സാറെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവരെ പോലീസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടി കോരി തുടങ്ങുമെന്നുള്ള ഭീഷണി സ്വരത്തിൽ കുഞ്ഞുമക്കൾ, അതായത് കോറിൻ്റെ തൊട്ട വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ സ്വൈര ജീവിതത്തെ തകർക്കാൻ നമ്മുടെ ഭാവി തലമുറ ഇല്ലാതാക്കുന്ന ഈ കോറി സംവിധാനത്തെ എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തും ഞങ്ങളതിനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സൂചകമായിട്ടുള്ള ഒരു പ്രതിഷേധ ജ്വാലയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി നമ്മുടെ പ്രിയപ്പെട്ട ഈ തച്ചനാട് കുന്നുംപുറം കോറി ഇതിൻ്റെ സംരക്ഷണ സമിതിയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്ന ഈ കാര്യം വളരെ വ്യക്തമായി സംസാരിക്കുന്നു. അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് വേണ്ടി ഈ യോഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രസിഡന്റ് PT അബൂബക്കർ സഖാഫി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PT സലാം, KP ഫൈസൽ, KP മുസ്തഫ പൊന്നേരി, KP അനസ്, യൂനസ് ടി. സമരസമിതി അംഗങ്ങളായ ഷമീർ പട്ടംതൊടി, KP ഫൈസൽ, ഷരീഫ് പട്ടംതൊടി എന്നിവർ സംസാരിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. ഒരു ജീവിതം ഇല്ലാതാക്കാൻ പിലാക്കുന്നിനെ വെട്ടിമുറിക്കാൻ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ അങ്ങേയറ്റം ദുഃഖമുണ്ട്. നാട്ടറിയുന്ന, നമ്മെ അറിയുന്ന, നമ്മോടൊപ്പമുള്ള ഏതാനും ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഭാഗമായി 4-5 കുടുംബങ്ങൾ കൂടിയാൽ അതിന് ഈ പ്രദേശത്തെ 200-ൽ വരുന്ന കുടുംബങ്ങളുടെ കണ്ണീരും കയ്യും. അതാണ് വളരെ ഹ്രസ്വമായ സംസാരത്തിലൂടെ നേരത്തെ സ്വാഗത ഭാഷണം നടത്തിയത്. ഞങ്ങൾ കാലങ്ങളായി ഈ കുന്നുംപുറം പ്രദേശത്ത് വിവിധ രാഷ്ട്രീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്, മതസംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്, മറ്റ് മത നിരപേക്ഷ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും ഒരേ മനസ്സോടുകൂടെ എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് സന്തോഷകരമായി ജീവിച്ചു വരുന്ന സാഹചര്യം. തികച്ചും ഇതിനെ മുച്ചൂടം നശിപ്പിക്കുന്ന
ഇത് കേവലം ആലങ്കാരികമല്ല, തികഞ്ഞ യാഥാർത്ഥ്യമാണ്. നശിപ്പിക്കുന്ന രീതിയിൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു 4-5 കുടുംബങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഈ പ്രദേശത്ത് താമസിക്കുന്ന ഇത്രയും കുടുംബങ്ങളുടെ മൗലികാവകാശങ്ങൾ തികച്ചും ഹനിക്കുന്ന രീതിയിൽ പാർപ്പിടം, വെള്ളം, വെളിച്ചം, വായു, ആരോഗ്യം, ഇത് ഏതൊരു പൗരൻ്റെയും ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശങ്ങളാണ്, മൗലിക അവകാശങ്ങളാണ്. ഇത് തീരുന്ന രീതിയിലാണ് ഒരു കോറി സംവിധാനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതും കേവലം സ്വന്തം ജീവിതമാർഗത്തിന് വേണ്ടി ഉടുക്കാനോ ഉണ്ണാനോ അതല്ലെങ്കിൽ കുഴിക്കാനോ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആർഭാടപൂർണമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഒരു 4-5 പേരുടെ അല്ലെങ്കിൽ 5-10 പേരുടെ ആർഭാടപൂർണമായിരിക്കുന്ന അല്ലെങ്കിൽ സമ്പാദ്യം കൊണ്ട് അമ്മാനമാടുന്നതിന് വേണ്ടി പാവപ്പെട്ട 3 സെന്റിൽ അല്ലെങ്കിൽ 2 സെന്റിൽ നിത്യം അധ്വാനിച്ച് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഇത്തരം പാവപ്പെട്ട ആളുകളെ കണ്ണീർ കയത്തിലാക്കിയിട്ടുള്ള ഈ ഒരു സംവിധാനം, ഇത് ഭരണഘടന അനുവദിക്കുന്നില്ല. മനുഷ്യത്വമുള്ള ഒരാളും ഇത് അനുവദിക്കുന്നില്ല. മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യന്മാരും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഇത് പ്രതിഷേധത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഞങ്ങൾ മാന്യമായ രീതിയിൽ അറിയിക്കേണ്ട ആളുകളെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ തലം തൊട്ടും ഏതെല്ലാം ഭാഗത്തുനിന്ന് അനുമതി അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോ അവിടെയെല്ലാം ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ സങ്കീർണത. പക്ഷേ പരിസരവാസികളായ പേരിൽ സാധാരണഗതിയിൽ എല്ലായിടത്തും കോറി നടക്കുമ്പോൾ പറയാറുള്ള ഒരു പുകമറയാണ് ഒരു 200 മീറ്ററിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ടോ എന്ന്. 200 മീറ്ററിലല്ല, ഇത് 2000 മീറ്ററിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാണിത് ഇപ്പോൾ നടത്താനിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നമ്മളെടുത്തുണ്ട്, റെക്കോർഡുകളൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ടതല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇത്തരം കാരണമായിട്ട് ഈ കോറി നടക്കുന്ന പ്രദേശത്തിൻ്റെ 395/5 രജിസ്റ്റർ നമ്പറുള്ള ഈ സർവേ നമ്പറുള്ള ഈ ഭൂമിയുടെ പരിസരത്ത് വലിയ തോതിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന 2 കോറികളുണ്ട്. അതിൻ്റെ നിയമം എന്താ? വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അത് തൂർക്കുകയും അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് കമ്പിവേലി കെട്ടി നിൽക്കണം. പോരാത്തത് എത്ര ഹെക്ടർ സ്ഥലമാണോ ഇവർ റിക്കവറി ചെയ്ത് എടുക്കുന്നെങ്കിൽ അതിന് പകരമായിട്ട് പാരമ്പര്യമായിരിക്കുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിന് പകരം ഒരു ഭൂമി നട്ടുപിടിപ്പിക്കണം എന്ന് നിയമം. പോരാത്തത് 3 മീറ്റർ വീതിയിലധികം, കേവലം 3 മീറ്റർ ഇല്ലാത്ത, അതേസമയത്ത് ഇത്തരം ടോറസുകൾ ഇപ്പോൾ തുടക്കത്തിൽ 60 സെൻറ്റ് ഭൂമി എന്നാണ് എൻ്റെ ഓർമ്മ, 60-69 സെൻറ്റ് ഭൂമിയാണ് അവർ എടുത്തിട്ടുള്ളതെങ്കിലും കൂടിയിട്ട് പരിസരത്തുള്ള മുഴുവൻ ഭൂമികളും ഇതിൻ്റെ ആഘാതത്തിൽ എന്ത് ചെയ്യും, അവരത് കൊടുത്തു പോകേണ്ടി വരും. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്, തികഞ്ഞ യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ഇതിൻ്റെ പരിസരത്തൊക്കെ ഈ ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലാണ് ഈ കോറി പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. അവിടെയൊക്കെ എവിടെയെല്ലാം ഇത് തുടങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ജനങ്ങൾ പ്രതിഷേധിക്കൊണ്ട് അത് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളെ പരിസരത്തുള്ള അരക്കുപറമ്പ് അവിടെ അന്വേഷിച്ചാൽ അറിയാം, വലമ്പൂര്, ഇവിടെയൊക്കെ ഇതേപോലെ തന്നെയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രീതിയിൽ, അവരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ കേവലം റോഡില്ല. ഇതിൻ്റെ പ്രത്യാഘാതം 200 മീറ്ററിലുള്ള വീടുകൾക്ക് കല്ല് തെറിക്കൽ മാത്രമല്ല, ഇവർ ഉപയോഗിക്കേണ്ട നിശ്ചിതമായിരിക്കുന്ന നിയമണ്ട് കണ്ടീഷൻസുകളിൽ ഇവർ ബ്ലാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന, പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ കരിമരുന്ന് പ്രയോഗത്തിന് അതിന് ഇത്രമാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇത് നടക്കുന്ന സ്ഥലത്തൊക്കെ നടക്കുന്നത്. കാരണം ഓരോ വെടിക്കും എത്രമാത്രം കൂടുതൽ കല്ല് പൊക്കാമെന്ന്. കാരണം അവരുടെ ടാർഗറ്റുകൾ 100 ലോഡുകളാണ്. ഒരു ദിവസം ശരാശരി 100 ലോഡുകളെങ്കിലും പോകണം. ഈ 100 ലോഡുകൾ നമ്മളുടെ ഏത് ഭാഗത്തൂടെ ചീറിപ്പാഞ്ഞാലും നമ്മളുടെ ഈ ചെറിയൊരു പ്രദേശത്ത് മുഴുവൻ ആളുകൾക്കും അത് ഭീഷണി. അത് പെരക്ക് കല്ല് തെറിക്കൽ മാത്രമല്ല, അവരുടെ വെള്ളം ശക്തമായിരിക്കുന്ന പൊട്ടിത്തെറിയിൽ വെള്ളത്തിൻ്റെ കരുക്കൾ കിണറിന്ന് മാറി ഒഴുകിയതിനെ തുടർന്ന് മുമ്പ് ഇവിടെ നടന്നിരുന്ന അതും തന്നെ ലൈസൻസ് ഇല്ലാത്ത കോറികളാണെന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് അത് നിന്നത്. ആ കോറികളുടെ ആഘാതം ഇന്നും നമുക്ക് പലതും ഇപ്പോഴും അതിൻ്റെ മൂകസാക്ഷികളായിട്ട് ചില വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞാതെ നിൽക്കുന്നു. അതുപോലെ തന്നെ വെള്ളം കരിമഴ ഒഴുകിയിട്ട് വെള്ളം കുടിക്കാനില്ലാതെ അവർ ഇപ്പോഴും ഇതിലുള്ള കോറിയിലുള്ള ഇത്രയും ഈ സംസ്കരിക്കാത്ത വെള്ളങ്ങൾ ഉപയോഗിക്കേണ്ട കഷ്ടകാലം വരികയാണ്. ധാരാളം ആളുകൾ ഈ വീടുകളിൽ കഴിയുന്നുണ്ട്. അവർക്ക് ക്യാൻസർ തൊട്ടിട്ടുള്ള മാരകമായിരിക്കുന്ന രോഗങ്ങൾക്ക് അടിമപ്പെട്ട് അവർ ജീവിക്കേണ്ട കഷ്ടകാലം. അതുപോലെ തന്നെ പിഞ്ചോന മക്കൾ ഈ കാവട്ടത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവനുള്ളത്. മുസ്ലിങ്ങൾക്ക് അവരുടെ മതവും ഭൗതികമായ വിദ്യാഭ്യാസം വേണം. മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന് അവരുടെ പിഞ്ചോമന മക്കൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഈ 100ഓളം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക? ജീവൻ നഷ്ടപ്പെടുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, പോരാത്തത് കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ 2-3 സെന്റിൽ താമസിക്കുന്ന ഈ കൂരകൾ പൊട്ടിപ്പൊളിഞ്ഞ് തലയിലൂടെ വീഴാനാവുന്നൊരു സന്ദർഭം. അതുപോലെ തന്നെ ചെറിയ ചെറിയ കൃഷികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അതെല്ലാം ഈ പൊടി പാറിയിട്ട് അതിൻ്റെ കൂമ്പടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. എല്ലാ നിലക്കും ഈ പാവപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന, സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും പ്രതിസന്ധിയിലാക്കുന്ന ഈ ഒരു പദ്ധതിനെ എന്ത് വില കൊടുത്തും
നാട്ടുകാരായ ഞാനടക്കമുള്ള ഞാൻ അതിൻ്റെ ഒരു വിക്റ്റിമാണ്. എൻ്റെ വീട് വന്ന് നോക്കിയാൽ അറിയാം, 8ഓളം ഇഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും പൊട്ടി നിൽക്കുന്നുണ്ട്. മുമ്പ് ഒരു ചെറിയ കോറി പ്രവർത്തിച്ചാൽ ഇത് അതിഗംഭീരമായ രീതിയിലാണ് തുടങ്ങാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഏതറ്റം വരെ നിയമപരമായിട്ട് പോകാനും അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ വഴികളും നിയമം ഭരണഘടന എന്തെല്ലാം അനുവദിക്കുന്ന രീതിയിലെല്ലാം ഞങ്ങൾ പ്രതിഷേധിക്കുകയും ഈ കോറി ഇവിടെ ഒരിക്കലും നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കേവലം വാചക കസർത്തല്ല, മറിച്ച് ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും കേവലം ഇത് അനുവദിച്ചു കൊടുത്ത നേരത്തെ ഓർമ്മപ്പെടുത്തിയ പോലെ 4-5 കുടുംബങ്ങളോ ആളുകളോ ഉണ്ടാകും. അതിൽ കഴിഞ്ഞ് ബാക്കി എല്ലാ മനുഷ്യത്വമുള്ള മനുഷ്യരും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആവശ്യങ്ങളുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ സമയത്തും സംഘടിക്കാൻ കഴിഞ്ഞോളന്നില്ല. എന്നായിരുന്നാലും ഇത്തരം ആവശ്യങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അവരെല്ലാവരും ഞങ്ങളോടുകൂടെ ഉണ്ടാകുമെന്നും അത് ആബാലവൃദ്ധം ജനങ്ങളും ഒരാളും ഒഴിവില്ല. കക്ഷി രാഷ്ട്രീയം ഇതിലില്ല. അതുപോലെ തന്നെ മതപരമായിട്ടോ മതസംഘടനമായിട്ടോ ഒരു വ്യത്യാസവുമില്ല. ഞങ്ങൾ ഒരേ മനസ്സോടുകൂടെ ഒറ്റക്കെട്ടായി ഇതിന് എന്ത് വില കൊടുത്തും പ്രതിഷേധിക്കും. ഇത് ഇവിടെ നടക്കാൻ അനുവദിക്കുകയില്ല.